ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒരു സ്ലൈഡ് പറയുന്നുണ്ട്, ആരും ഇറങ്ങാൻ വരട്ടെ. ഓക്കെ, നമ്മുടെ ടെക് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഈ 2024 നടത്തുന്ന ഏറ്റവും വലിയ ട്രേഡ് സബ്മിറ്റ് ആണ്. അതിൽ നമ്മൾ കോളേജുകളിൽ, എല്ലാ കോളേജുകളിലും, കേരളത്തിലെ എല്ലാ കോളേജുകളിലും നമ്മൾ ഒരു വെൽത്ത് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് അല്ലെങ്കിൽ കോളേജ് അംബാസിഡേഴ്സ് ആവാനാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോറക്സ് ആൻഡ് ഗോൾഡിന്റെ ട്രേഡിംഗ് സ്കിൽസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഒരു വെൽത്ത് അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് മാത്രമല്ല, എല്ലാം ഫ്രീ ആണ്. അത് മാത്രമല്ല, നമ്മൾ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്കില്ല് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ സേവിങ്. നമ്മുടെ മെയിൻ ആയിട്ട് 3 ദിവസങ്ങളാണുള്ളത്. ഒരു ട്രേഡിംഗ് എക്കോസിസ്റ്റം ഉണ്ടാക്കുക കോളേജുകളിൽ. ദെൻ ലൈവ് ട്രേഡിംഗ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ കമ്മ്യൂണിറ്റിയിലത്തെ ആൾക്കാരെ കൂട്ടുക. ദെൻ അവർക്കൊരു ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കി കൊടുക്കാം. ദെൻ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. 4 ഫേസുകളാണുള്ളത്. ഫസ്റ്റത്തെ ഫേസിൽ നമ്മൾ അവർക്ക്, നിങ്ങൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിനെ, അത് 100, 10, 20 എത്ര ആയിക്കോട്ടെ, അതിലത്തെ മെമ്പേഴ്സിന് മിനിമം ഒരു 10 പേരെങ്കിലും വേണം. അതിലത്തെ മെമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അത് ഫോറക്സും ഗോൾഡിന്റെയും ബേസിക് ടു ഇന്റർമീഡിയറ്റ് കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ പേപ്പർ ട്രേഡിംഗ് ചെയ്യിക്കുന്നു. ദെൻ ഫോർത്ത്, റിയൽ ട്രേഡിംഗ് ചെയ്യിക്കുന്നു. റിയൽ ട്രേഡിംഗ് ചെയ്യിക്കാൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ പേപ്പർ ട്രേഡിംഗിലൂടെ ആ കമ്മ്യൂണിറ്റിയിലത്തെ ആൾക്കാരനെ വാലിഡേറ്റ് ചെയ്തിട്ട്, നമ്മുടെ ടീം വാലിഡേറ്റ് ചെയ്തിട്ടാണ് റിയൽ ട്രേഡിംഗിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു 4 സെക്ഷനും കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ മെന്റർ ആരാണോ ആ മെന്റർ നിങ്ങളുടെ ഫിറ്റെക്സ് ഡാഡിയുടെ പ്രൊമോഷണൽ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആള് ത്രൂ പ്രൊമോട്ട് ചെയ്യുന്നു. ഓരോ സബ്സ്ക്രിപ്ഷന്റെയും മന്ത്ലി 33% വെച്ചിട്ട് റെഫറൽ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാ മന്തും കയറുന്നു. ഓക്കെ, എല്ലാ മന്തും എവരൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എത്ര ആൾക്കാരനെ ആ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നോ അത്ര ആൾക്കാരെ കൊണ്ടുവരാൻ നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങളുടെ ലിങ്ക് മാത്രമായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ ദിവസം നിങ്ങൾ കോളേജിൽ കഴിഞ്ഞു, കോളേജ് സെക്ഷൻ കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം. അവർക്കൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂസ്ലി ഈ മന്ത്, എല്ലാ മന്തും ഓരോ 2 വീക്സ് കൂടുമ്പോഴും ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും? റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ബെനിഫിറ്റ് ഉള്ളത്, പക്ഷെ അത് വൺ ടൈം ആണ്. അതിൽ തന്നെ ആർക്കെങ്കിലും അഡ്വാൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് കോഴ്സിന്റെ 33% ഉണ്ടാവില്ല, 30% നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് ഫീ എന്ന് പറയുന്നത് 10K ആണ്. മേ ബി നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ അത് 30K അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ 30% എന്ന് പറയുമ്പോൾ ഏകദേശം 9K പെർ പേഴ്സൺ നിങ്ങൾക്ക് കയറും. ഓക്കെ, ഇത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾ മാർക്കറ്റിംഗ് വളരെ ഈസി ആക്കാനും, രണ്ടെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ട്രേഡിംഗ് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്. ദെൻ നമ്മൾ ലൈവ് ട്രേഡിംഗിൽ അവർക്ക് അഷുറൻസ് പറയുന്നത് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് മസ്റ്റ് ആയിട്ടും നമ്മൾ ഇവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ ട്രേഡിംഗ് സെക്ഷൻ, അതായത് ഫേസ് 3 നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ ഒരു ടീം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ലൈവ് ട്രേഡിംഗ്, റിയൽ ലൈവ് ട്രേഡിംഗ് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സീറോ റിസ്ക് ഇൻ ട്രേഡിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. റിയൽ ടൈം മെന്റർഷിപ്പ്, അതായത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന പോലെയല്ല, നമ്മൾ ലൈവ് പോകും. ആ ലൈവിലായിരിക്കും ട്രേഡ്സ് പ്ലേസ് ചെയ്യുക ആഫ്റ്റർ ദിസ് പ്രോഗ്രാം. ഓക്കെ, ദെൻ ലൈവ് എക്സാമ്പിൾസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്, അതായത് ലൈവ് ട്രേഡ് പോകുമ്പോൾ ഓരോ ദിവസം അവയിലൊരു മെന്റർ ഈ റിസ്ക് മാനേജ്മെന്റ് ലൈവായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ദെൻ പ്രൂവൺ സ്ട്രാറ്റജീസ് മാറ്റർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ലൈവ് ട്രേഡിംഗിൽ പ്രൊവൈഡ് ചെയ്യണത്. ദെൻ അവർക്ക് ഫ്രീ ഇവന്റ് അസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അംബാസിഡേഴ്സിന്റെ പ്രത്യേകത, നിങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള കോംപ്ലിമെന്ററി പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും. ദെൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ഇവന്റ് അസിസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഏതെങ്കിലും വേറെ കമ്മ്യൂണിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യും. പിന്നെ ഇന്റർനാഷണൽ ഇവന്റ്സുകൾ, നമ്മുടെ ബ്രോക്കേഴ്സ്, ഏതെങ്കിലും ബ്രോക്കേഴ്സ് ഇന്റർനാഷണൽ ഇവന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലും അവരെ ഉൾപ്പെടുത്താൻ പറ്റും. ആൻഡ് അംബാസിഡേഴ്സിനെയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ, അതായത് പുറത്തത്തെ ബ്രോക്കേഴ്സ് എന്തെങ്കിലും പ്രോഗ്രാംസുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് അങ്ങനെ അവിടേക്കുള്ള ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ
ഓക്കെ, മെയിൻ ആയിട്ട് പിന്നെ നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് ലാസ്റ്റ് സ്റ്റേജ് വരെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്കാർ എത്ര ആൾക്കാരുണ്ടോ അവർക്കായിരിക്കും നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതെന്റെ നമ്മുടെ ടീമാണ് ആക്ച്വലി. ഡെൽറ്റാനിറ്റി ഞാൻ തന്നെയാണ്. ദെൻ അമുൽ കൃഷ്ണ, ദെൻ അലൻ ഭരത് ആൻഡ് മൻസൂർ, അതാണ് നമ്മുടെ സ്റ്റഡിയുടെ ഡാറ്റ അനലിസ്റ്റ്. ദെൻ അഭിജിത് പ്രകാട്, ഇത് പൂനെയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, റീഗൽ ട്രേഡ്സ്, അത്യാവശ്യം ഫേമസ് കമ്മ്യൂണിറ്റിയാണ്. ഇവരുടെയൊക്കെ മെന്റർഷിപ്പ് പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും. അത് ഒരു ബിഗ് ഇവന്റ് ആയിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, ദെൻ ഓക്കെ, ഇത്രയാണ് സ്ലൈഡ്സിൽ ഉള്ളത്. ദ മെയിൻ തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് നിങ്ങൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു ബാക്കി കാര്യങ്ങളൊക്കെ, ആ അത് ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് അയച്ചിട്ടാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ സുഖമായിരുന്നു. ഓക്കെ, അതായത് ഇങ്ങനെ ഈ ആക്ച്വലി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അതിന്റെ ലിങ്കും നിങ്ങളുടെ വോയിസും കൂടി അയക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. അല്ല, ആക്ച്വലി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഓക്കെ, പറഞ്ഞു. ഈ നമുക്ക് ഈ പേ ഓഫ് കിട്ടുന്ന കാര്യം നിങ്ങൾ ആ ഗ്രൂപ്പിൽ പറയുമോ? അയ്യോ, അതൊരിക്കലും നമ്മൾ പറയില്ല. അതെങ്ങനെ പറയാ? ഓക്കെ ഓക്കെ ഓക്കെ, പറയല്ല, അത് ചോദിച്ചാ ജസ്റ്റ് ഓക്കെ, ചോദിച്ചെന്നാല്. അതിന്റെ അസിസ്റ്റൻസ് ഓക്കെ നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ള പിപിക് സ്റ്റാഡി അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറൊരു പിപിക് സ്റ്റാഡി അക്കൗണ്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരാണ് ചെയ്യാൻ. ഓക്കെ, അത് ഞങ്ങളാണ് ക്രിയേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ മതി. എല്ലാവർക്കും അവരവരുടെ റെഫറൻസുകൾ എങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. റെഫറലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആൾക്കാരാണ്. ആക്ച്വലി രണ്ട് സിസ്റ്റംസ് ആണുള്ളത്, റെഫറലും ഉണ്ട്, റീ റെഫറലും ഉണ്ട്. അതായത് നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്കും നിങ്ങളുടെ ആള് വേറൊരാളെ റെഫർ ചെയ്താലും നിങ്ങൾക്ക് 7% കിട്ടും. ഓക്കെ, അതായത് ഞാനിപ്പോ രഞ്ജിത്തിനെ റെഫർ ചെയ്തു, രഞ്ജിത്ത് വേറെ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആക്ച്വലി സബ്സ്ക്രിപ്ഷന്റെ 40% ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്, എന്ത് ഷെയർ ചെയ്യുന്നത്. അത് പ്രൊമോട്ടേഷൻ ആണ്. അതിൽ രണ്ട് ലെവലാണ്. ഒന്ന് ഒരു മീൻസ് ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന ആളും പിന്നെ റീഡയറക്റ്റ് റെഫർ ചെയ്യുന്ന ആൾക്കും, അങ്ങനെ രണ്ടുപേർക്കും പേയ്മെന്റ്. അതേപോലെ ഈ സ്റ്റുഡൻസ് മാത്രമൊന്നുമില്ലല്ലോ, നമ്മൾ ഫ്രണ്ട്സ് ബാക്കി റിലേറ്റീവ്സ് ഒക്കെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തൂടെ? അത് ചെയ്യാം, പക്ഷെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. സ്റ്റുഡൻസിനെ പരമാവധി കയറ്റാം, കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു അല്ല, അങ്ങനെ പ്രോഗ്രാമിന് നമ്മൾ തന്നെ ആ സ്റ്റുഡൻസ് ആ ഒരു പ്രായത്തിൽ വരുന്ന. കുഴപ്പമില്ല കുഴപ്പമില്ല. പിന്നെ മസ്റ്റ് ആയിട്ട് മേജ് നോക്കിയോളൂ, 18+ ആയിരിക്കണം മേജ്. ഓക്കെ, ഹലോ. ഹലോ, ആ ചോദിച്ചോ. നമ്മളിപ്പോ ഈ ലിങ്ക് എന്ന് പറഞ്ഞത് ഈ നമ്മളെ ഫിപ്സ്റ്റാറിന്റെ പേജ് തുറന്ന് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെയല്ലേ? റഫറൽ ലിങ്ക്, ടോട്ടൽ ബാലൻസ്, പാക്കേജ് ആ, കാണിക്കുന്നുണ്ടല്ലോ. അതെ 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 അതെ. പക്ഷെ നിങ്ങൾക്ക് ഇത് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലൊക്കെ റെഫറൽ നെയിം ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്ത് തരാം. ലൈക്ക് ഒന്നുമില്ലെങ്കിൽ ചെയ്ത് ആ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസ് തരാം. ഓക്കെ, ആ നിങ്ങൾ അപ്പൊ അല്ലെങ്കിൽ ലിങ്കില് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമിന് ഇപ്പോ ഓക്കെ, ആരാ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ആഷിഖ്. ആഷിഖ്. ആഷിഖ് എന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്, ആഷിഖ് 00 എന്നല്ല കൊടുക്കേണ്ടത്. പിപെക് സ്റ്റാഡി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വേറൊരു ടാഗ് ലൈൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് റെഫർ ചെയ്യുമ്പോൾ അത് റെഫർ ലിങ്ക് എന്ന് മനസ്സിലാവും. ഓക്കെ, ആഷിഖ്. അതിലിപ്പോ തന്നെ എന്റെ പേര് കാണിക്കുന്നുണ്ട്. പിപെക് സ്റ്റാഡി പിന്നെ ഏതെങ്കിലും പിപെക് സ്റ്റാഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പേരെന്താണ്, ആ കമ്മ്യൂണിറ്റിയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കൊടുക്കാം. അല്ലെങ്കിൽ ആ കോളേജിന്റെ പേര് കൊടുക്കാം. ഓക്കെ ഓക്കെ യൂസർ നെയിം കൊടുത്താൽ മതി, അതായിരിക്കും ലിങ്ക് ആയിട്ട് കൺവേർട്ട് ആയിട്ട് തരാം. ഓക്കെ. എല്ലാവർക്കും ലേൺ ഹീറോസിന്റെ ഭാഗത്തു നിന്ന് ഒരു 2K, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2K ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇട്ടാൽ മതി, എന്ത് നിങ്ങളുടെ യൂസർ നെയിം ഇട്ടാൽ മതി. അപ്പൊ എല്ലാവരുടെയും 2K നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ത്രൂ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് റെഫറൽ എമൗണ്ടുകൾ മാത്രമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ആ എമൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിപെക്സ് ഡാഡി. അപ്പം പിപെക്സ് ഡാഡി മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയോ? ലോഗിൻ ചെയ്താൽ മതിയോ? പിപെക് അതിന്റെ സ്റ്റഡി ലിങ്ക് വേറെ ഒന്ന്. ഒന്നും ചെയ്യണ്ട, പിപെക് സ്റ്റഡി മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ. ഓക്കെ ഓക്കെ, അത് ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാം.
ഞാൻ പറഞ്ഞില്ലേ, പരിപാടി സിമ്പിൾ ആണ്. നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സബ് കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്യുന്നത്. ലേണിംഗ് റോസ് ആണ് ബ്രാൻഡിങ് ചെയ്യുന്നത്, പ്രോഗ്രാംസുകൾ കൊടുക്കുന്നത് പിക് സ്റ്റാഡി, റീഗൽ ട്രേഡ്സ്. ഓക്കെ, ദെൻ വേറെ പുറത്തത്തെ കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ NLP പ്രോഗ്രാംസുകളുണ്ട്, മീൻസ് ട്രേഡിംഗ് സൈക്കോളജി. ഒരു സൈക്കോളജിസ്റ്റിന്റെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും NLPക്ക്. ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ലൈക്ക് നമ്മുടെ അസറ്റ് മാനേജ്മെന്റ് അസറ്റും ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്നാലും ചെറിയ ചെറിയ എമൗണ്ട് വന്നാലും നമ്മൾ അത് എന്ത് ചെയ്യണം എന്നുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ലൈവ് സെക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ കൂടിച്ചേർന്നിട്ടുള്ളതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ബ്രോഷർ ഞാൻ ഈ അടുത്ത് തന്നെ ഇത് ചെയ്യാം. ഇതില് എല്ലാവരും സ്റ്റുഡൻസ് തന്നെയല്ലേ? കോമ്പിനേഷൻ ആണെന്ന് തോന്നണം. അതെ, ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല ബ്രോ, സ്റ്റുഡന്റ് ഉണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്, ഞാനടക്കം സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ഉണ്ട്, റെഗുലർ ആയിട്ട് പോകുന്ന ആളാണ്. ഞാനടക്കം സ്റ്റുഡന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ലൈവ് ട്രേഡിംഗ് പോവാണെങ്കിലും നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ നമ്മള് ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ചുമ്മാ ഒരു പ്രോഗ്രാം ചെയ്യണതിന് പകരം അത് നല്ല രീതിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ട്, രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി, നമ്മൾ 3K ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഒരു 3K ആക്റ്റീവ് മെമ്പേഴ്സിനെയും കൂടി നമുക്ക് ഇനി ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മൾ നെക്സ്റ്റ് ഇയർ മുതൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പോണമെന്നുണ്ട്. ആൻഡ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് ഈ കമ്മ്യൂണിറ്റീനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഏത് ഇവന്റ് വന്നാലും അതിന്റെ റവന്യൂ ഷെയറിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ആ, ചോദിച്ചോ. മീറ്റ് എൻഡ് ആയോ? ഇല്ല, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ വേറെ ആർക്കെങ്കിലും? എന്തെങ്കിലും ഇല്ല. ഉണ്ടെങ്കിൽ പിന്നെ ആ ഹലോ ഹലോ ആ ആഷിഖ് ചോദിക്കേ. ഞാൻ ഈ പിപ്പറ്റ് സ്റ്റാഡിൽ ഇപ്പോഴാണ് അക്കൗണ്ട് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഇതിന്റെ പാക്കേജ് ഉണ്ടല്ലോ, മറ്റേ 899. 899. ഓക്കെ, ആ ആ അത് എടുക്കാൻ നോക്കിയപ്പോൾ അതിൽ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഫണ്ട്. അപ്പോൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പേടിഎമ്മില് പേയ്മെന്റ് ടു 10 AM to 8 PM എന്നാണ് കാണിക്കുന്നത്. അല്ല, അത് അത് അവരുടെ റിസീവേഴ്സ് ആണ് പിക്സ് സ്റ്റാഡിയിൽ. അത് പേയ്മെന്റ് ആവുന്നുണ്ടോ? പേയ്മെന്റ് ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, പേയ്മെന്റ് ആവാണ്ട് ഇഷ്യൂ ഉണ്ടല്ലോ. ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആ പേടിഎമ്മിന്റെ മെസ്സേജില് പേയ്മെന്റ് ടു 10 AM to 8 PM എന്ന് കാണിച്ചപ്പോൾ 850 ആയില്ല. So പിന്നെ പേയ്മെന്റ് ചെയ്തില്ല. അല്ല, അത് ആക്ച്വലി അതാ UPI ID പേരാണ് അത്. മെസ്സേജില് ഓക്കെ, അത് ആക്ച്വലി പേയ്മെന്റ് ആവുന്നില്ല. പേയ്മെന്റ് ഇപ്പൊ മറ്റേ നമ്മൾ ആ ഒരു ഓഫർ ഇട്ടതിന് ശേഷം ഒരുപാട് പേയ്മെന്റ്സ് ആയതുകൊണ്ട് എനിക്ക് തോന്നണേ അത് ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ഗ്രൂപ്പിൽ ഒരു നമ്മുടെ MT സിഗ്നൽ ഗ്രൂപ്പിലിട്ട് QR അയച്ചാൽ മതിയോ? ആ QR അയച്ചിട്ട് ആ QR നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. പിന്നെ ഇപ്പോ പിപ്പത്തിന്റെ ഡിസ്പ്ലേ അക്കൗണ്ടിന്റെ യൂസർ നെയിം അയക്കല്ലേ? അതെ. ഒന്നുമില്ലെങ്കിൽ യൂസർ നെയിം നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ അതിൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേരുകളൊക്കെ സജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ട്രേഡിംഗ് ക്ലബ്ബ്, വെൽത്ത് ക്ലബ്ബ്, അല്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിന്റെ പേര് വെച്ചിട്ട് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു പേര് നിങ്ങൾ യൂസറിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, അതൊരു റെഫർ ലിങ്ക് ആണല്ലോ. ഓക്കെ ഓക്കെ, ബ്രോ, ഓക്കെ. ആ പറഞ്ഞു. ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെ കോളേജിലെ സ്റ്റുഡൻസിന് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ലല്ലല്ല, നിങ്ങൾക്ക് ആരിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം, സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന് മാത്രം. പിന്നെ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്മ്യൂണിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് വേറെ കമ്മ്യൂണിറ്റി എന്നുള്ള ചാരന്മാർ കയറാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഓക്കെ ഓക്കെ. ഞാനിപ്പോ കുറച്ച് ആൾക്കാരിനെ ഒഴിവാക്കിയിട്ടുള്ളത്, ബിൽഡോട്സ് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ MT ഉണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ട്രേഡ് കോപ്പിങ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടില്ല ബിൽഡേഴ്സിന്റെ. അപ്പോ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങള്. ആഡ് ചെയ്യുന്ന ഒരുവിധ ആൾക്കാരനെ, അറിയുന്ന ആൾക്കാരനെ പരമാവധി ആഡ് ചെയ്യാം. ഓക്കെ,
കമ്മ്യൂണിറ്റി നിങ്ങൾ കോളേജിൽ നിന്ന് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. പുറത്തുനിന്ന് ആഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. പരമാവധി നമ്പേഴ്സ് കയറ്റാന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അതായത് നിങ്ങൾ എത്ര നമ്പേഴ്സ് കയറ്റുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റവന്യൂ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ വേറെ? ഈ പിപ്പെക്സ് ഡാഡിയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഫണ്ട് ആ പാക്കേജ് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ഫണ്ട് ഇത് മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരെ? നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഫണ്ടിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ അംബാസിഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കോംപ്ലിമെന്ററി 2K നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ. ഓക്കെ, ഹലോ ഹലോ, ആ ഹലോ പറഞ്ഞു. നമ്മളെ ഈ കോംപ്ലിമെന്ററി എമൗണ്ട് 2K കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. 2K കിട്ടും. അത് നിങ്ങൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുക. അതൊക്കെ ആ ഫണ്ട് വെച്ചിട്ട് നമുക്ക് പാക്കേജ് എടുക്കാൻ പറ്റുമോ? പാക്കേജ് എടുക്കാം. അത് ആക്ച്വൽ റിയൽ എമൗണ്ട് ആണ്. അത് പാക്കേജ് എടുക്കാൻ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ആഹാ വിഡ്രോ എന്നാ ഞാൻ ഇപ്പൊ ഫണ്ട് ചെയ്യേണ്ടത് റെഫറൽ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അതിപ്പോ എന്നായിട്ടാ വരിക? എങ്ങനെ? അല്ല, ആ ഫണ്ട് കമ്മ്യൂണിറ്റി എന്നാ ഉണ്ടാക്കാൻ പോണേ? അത് നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ അല്ല മെറ്റീരിയൽസ് നാളെ മുതൽ ഷെയർ ചെയ്യാം. അല്ല, എന്താന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇപ്പൊ പാക്കേജ് എടുത്താലോ എന്നുള്ള ഇതിലാണ്. അപ്പോ ബ്രോ ഏതായാലും ആ ഫണ്ട് തരുന്നുണ്ടെന്ന് പിന്നെ ആയിട്ട് എടുത്താ പോരെ? ഞാൻ കയ്യിൽ നിന്ന് അങ്ങനെ ഫണ്ടല്ലോ അങ്ങനെ കിട്ടുന്നത്. ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നാളെ തന്നെ ആവുമല്ലോ അല്ലേ? നാളെ നാളെ തന്നെ ആവുമല്ലോ. നിങ്ങൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഡെലിവർ ആയിരിക്കുന്നതായിരിക്കും. പിന്നെ നാളെ മുതൽ നിങ്ങൾക്ക് പ്രൊമോഷൻ മെറ്റീരിയൽസ് തരുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ മെന്റേഴ്സിന്റെ ഒരു 1 മിനിറ്റ് വീഡിയോ ഉണ്ടായിരിക്കും, ഒരു ആഡ് പോലെ. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടുള്ള ആഡുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിംഗ് ടീമാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, സെറ്റാക്കാം. ആരോ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രോ അപ്പ് ടുഗദർ. ഓക്കെ, സ്കൂൾ. കമ്മ്യൂണിറ്റി ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ, ലൈക്ക് അവർ ക്രിയേറ്റ് ചെയ്താവും, ജസ്റ്റ് പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഒന്നും അയച്ചിട്ടില്ല. അങ്ങനെ അല്ല, പിപ്പറ്റ് ഡാഡിന്റെ ഇതിലുണ്ടോ ഇപ്പൊ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ഉള്ള ഓപ്ഷൻ? അല്ല, പിപിക്സ് സ്റ്റഡിയിലില്ലേ? പിപിക്സ് സ്റ്റഡിയിൽ ആക്ച്വലി നിങ്ങൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ലേണിംഗ് ക്രോസിന് വേണ്ടിയിട്ടാണ്, പിപിക്സ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ പിപിക്സ് സ്റ്റഡി നിങ്ങൾക്കൊരു റവന്യൂ ജനറേഷൻ ഉള്ള രീതിയിലാണ് പിപിക്സ് സ്റ്റഡി നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 150 ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് 100 മെമ്പേഴ്സിന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഒരു 50K വെച്ചിട്ട് മന്ത്ലി നിങ്ങൾ ഒരു 35 to 50K എന്തായാലും ഒരു 100 മെമ്പേഴ്സ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ എന്തായാലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അത് എവറി മന്ത് അവർ റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എമൗണ്ട് വരും. നിങ്ങൾക്ക് സപ്പോർട്ടിൽ പോയിട്ട് അത് വിഡ്രോ ചെയ്തെടുക്കാം. ഓക്കെ, ഓക്കെ, ദെൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. ബ്രോ പറഞ്ഞു. ഞാൻ പിപ്പറ്റ് ഡാഡിൽ ഇതുവരെ സിഗ്നൽസ് ബൈ ചെയ്തിട്ടില്ല. അപ്പൊ ബൈ ചെയ്താൽ അതിന്റെ സിഗ്നൽസ് എങ്ങനെ കിട്ടല്? വാട്സപ്പ് വഴിയോ അതോ ടെലിഗ്രാം വഴിയോ? എങ്ങനെ? നമ്മൾ ആക്ച്വലി ടെലഗ്രാം ത്രൂ ആണ്. ടെലഗ്രാം ബോട്ടാണ് നമുക്ക് ഇത് സെൻഡ് ചെയ്ത് തരാം. ലൈക്ക് നമ്മുടെ എൻട്രീസ് സെൻഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് മന്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് APIs വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക്. ഈ പിപ്പെക്സ് ഡാഡി എന്ന് പറയുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്പാണോ, ഡെവലപ്പ് ചെയ്ത ആപ്പാണോ? അല്ല, ആക്ച്വലി അത് കൊളാബഡ് ആണ്. വേറെ ഓക്കെ. കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഓക്കെ. ട്രേഡ്സ് വരുന്നുണ്ടെങ്കിൽ പോലും എല്ലാതും മോസ്റ്റ് ഓഫ് ദ ട്രേഡ്സ് ഞാൻ തന്നെയാണ് ഇടുന്നത്. പക്ഷെ ഓക്കെ. ഒരു ഡിസ്കഷന് ശേഷമായിരിക്കും എല്ലാ ട്രേഡ്സും വരുന്നത്. ഓക്കെ. നിങ്ങളുടെ ഒഫീഷ്യലി എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്, ലൊക്കേറ്റഡ്? ഒഫീഷ്യലി ലേൺ ഹീറോസിന്റെ ലൊക്കേഷൻ ആണ്. അതെ. ലേൺ ഹീറോസിന്റെ ലൊക്കേഷൻ വരുന്നത് കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടെയാണ്. കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, എറണാകുളം, കളമശ്ശേരി. കുസാറ്റിന്റെ നിയർ ബൈ. അവിടെ നേരിട്ട് വന്ന് നിങ്ങളെ കാണാൻ പറ്റൂല്ലോ അല്ലേ? നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് ഒരു 10K ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഒരുമിച്ച് ട്രേഡ് ചെയ്യാനുള്ള അവസരം നമ്മൾ മുന്നേ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പ്രോഗ്രാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഓക്കെ, ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതേപോലെ ഫണ്ടഡ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് മ്യൂച്വലി ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആക്ച്വലി ഇതിപ്പോ ഇനി ദുബായിലേക്ക് മാറാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി
ഒന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓൾറെഡി ഇന്ത്യയിൽ നമുക്ക് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഇനി കൊമേഴ്ഷ്യലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫോറക്സിന്റെ ഒരു ഇതായത് കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദാറ്റ്സ് വൈ നമ്മൾ ദുബായിലായിരിക്കും ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കുക. ഈ എറണാകുളത്തെ ഓഫീസ് നിർത്തേണ്ട കാര്യം ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും ഇതേപോലെ ട്രേഡിംഗ് പ്രൊഫഷണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റീസ് മെമ്പേഴ്സിന് തന്നെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ മെൻറ്ററായിട്ടോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. ആൻഡ് ഓൾസോ ഇൻ ബാംഗ്ലൂർ നമുക്ക് ഓഫീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ കറന്റ്ലി എറണാകുളത്ത് കളമശ്ശേരിയിൽ മാത്രമാണുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? കറണ്ട് അഡ്രസ്. ഓക്കെ ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? പിന്നെ ബ്രോ ഇപ്പൊ എനിക്ക് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് ബൈ ചെയ്യാൻ എത്രയൊക്കെ വരും എന്ന് അറിയോ? ഫണ്ടഡ് അക്കൗണ്ട് ആണോ? ഫണ്ടഡ് അക്കൗണ്ട് ബൈ ചെയ്യാൻ ഡിപ്പെൻസ് ആണ്, അത് ഓരോ ഫണ്ടഡ് ഫേംസിന് വെച്ചിട്ടാണ്. ഞങ്ങൾ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യണത് കമ്മ്യൂണിറ്റിയിൽ, അവിടെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ FTMO അല്ലെങ്കിൽ MFF ഫോറക്സ് ഫണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യണത്. അതും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പുറത്തത്തെ ഒരാളെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് അവിടുന്ന് ബൈ ചെയ്യിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഫേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. FTMO ഇവിടെ ഇപ്പൊ ഇന്ത്യയിലില്ല. ആക്ച്വലി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫേമാണ് FTMOയും MFFും. FTMO നിങ്ങൾക്ക് അറിയാം, ഫേമസ് ഇതാണ്, ഏറ്റവും ആദ്യത്തെ ഫണ്ടഡ് അക്കൗണ്ട് ഫേമാണ്. അപ്പോ അതിലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, MFFും FTMOയും. ഇപ്പൊ ഒരുപാട് ഫേംസുകളുണ്ട്. പിന്നെ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ എടുക്കുമ്പോൾ ഈ പൈസ കുറവിനുള്ള ഫണ്ടഡ് അക്കൗണ്ടുകളൊന്നും കയറി ചാടി എടുക്കാതിരിക്കാൻ. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേസുകളൊന്നും അവർ പാസ്സാക്കില്ല. ആക്ച്വലി അവര് ഫണ്ടഡ് അക്കൗണ്ട് എന്നൊക്കെ പേരിനുണ്ടാവുള്ളൂ, പൈസ പാസ്സാക്കാണ്ട് പൈസ അടിക്കാനാവും പരിപാടി. ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുമ്പോ പിന്നെ ഞാനിപ്പോ കുറച്ച് ഇതുള്ളത് വേറെ ഉണ്ടല്ലോ, ഒരു ഫണ്ട് പിപ്പോ എന്തോ ഫണ്ടഡ് നെക്സ്റ്റ് അങ്ങനെ എന്തൊക്കെയോ ടീം ഇതുണ്ട്. ഫണ്ടിങ് ഫിക്സ് അതാണ് ഫണ്ടിങ് പിപ്സ് ഉണ്ട്, ഫണ്ടഡ് നെക്സ്റ്റ് ഉണ്ട്. കുറച്ച് ജെനുവിൻ ആണെന്നുണ്ട്. ഇതിലൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേ ഔട്ട് കിട്ടാത്തതിന്റെ ഇഷ്യൂ ആണ്. മറ്റേതിലൊന്നും അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല, പ്രോപ്പർ ആണ്. പക്ഷെ ഫേസുകളൊക്കെ കംപ്ലീറ്റ് ആവാനും ഭയങ്കര ബുദ്ധിമുട്ട്, സിമ്പിൾ ആണ്. പിന്നെ പറയാന് കഴിഞ്ഞ ചാർജ് ചെയ്യും, ഞാൻ ഇറങ്ങട്ടെ എന്നാല്. വേറെ ഒന്നുമില്ലല്ലോ? വേറെ ഒന്നുമില്ല. ഓക്കെ ഓൾ മറ്റേ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പ്രോഗ്രാം ഇത്രയാണുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ഒരു നല്ല ഉഷാറായിട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ലീവ് ചെയ്യാം.